അഡ്വക്കേറ്റ് തൗഫിക് രാജൻ, അതായത് ഈ ഒരു 2 വർഷം പിന്നിലേക്ക് പോകും. ഇടതോ വലതോ തീരുമാനിക്കുമായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ അജണ്ട എങ്ങോട്ട് പോകണം എന്ന്. പക്ഷെ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, BJP തീരുമാനിക്കുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെ പോകണമെന്ന്. BJP തീരുമാനിക്കുന്നതിന് പിന്നാലെ പോകേണ്ടി വരുന്നുണ്ട് ഇടതിനും വലതിനും, LDF-നും UDF-നും. നോക്കൂ, നിർണായകമായൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് മുന്നിലെത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകാം. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് പിന്നിൽ വലിയൊരു അങ്കലാപ്പ്, നെഞ്ചിടിപ്പ് ഇല്ല എന്ന് പറയാനാകുമോ തൗഫിക്? കൃഷ്ണ, ഞങ്ങൾ 100% കോൺഫിഡന്റോടു കൂടിയാണ്, തികച്ചും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രഭാതത്തെ നോക്കിക്കാണുന്നത്. ഒരു സംശയം വേണ്ട കൃഷ്ണ, അങ്ങ് അടക്കം തുടക്കത്തിൽ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. മിനിറ്റുകൾക്കകം അതിന്റെ ഒരു കൃത്യമായ ചിത്രം കേരളത്തിന് മനസ്സിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്നത്തെ പ്രഭാതം അത് UDF-ന്റേതാണ്. അതുവഴി കേരളത്തിലെ ജനങ്ങളുടേതായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളാണ്, രാഷ്ട്രീയം വിലയിരുത്തുന്ന ആളുകളാണ്. കേരളത്തിലെ സാഹചര്യങ്ങളടക്കം, ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങളടക്കം നോക്കിക്കാണുന്ന ആളുകളാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിലെ സാധാരണക്കാരനെ പറഞ്ഞു പറ്റിച്ച ജനദ്രോഹ നയങ്ങളും നിലപാടുകളും ഒക്കെ പിന്തുടർന്ന ഇടതു സർക്കാരിന്റെ ചെയ്തികളും പൊതുജന സമക്ഷം വിചാരണ ചെയ്യുന്നതിന്റെ വിധി അതെന്തെന്നറിയാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു BJP-യുടെ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ BJP-യുടെ സ്വപ്നം വീണ്ടും വിദൂരതയിൽ മാത്രമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കേരളത്തിന്റെ മതേതരമണ്ണ്, ആ മതേതര ദൂരെയായിരുന്നു, വളരെ ദൂരെയായിരുന്നു. അത് അടുത്തടുത്ത് വരുന്നില്ലേ? അതിനെ വിദൂരത എന്ന് വിശേഷിപ്പിക്കല്ലേ? കാരണം പലയിടങ്ങളിലും ഭരണം നിശ്ചയിക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ കേന്ദ്രമായി BJP മാറിയെങ്കിൽ എന്ത് വിദൂരതയാണ്? ദൂരം അടുത്തടുത്ത് വരികയാണ് BJP-ക്ക് എന്നല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ തിരുത്തേണ്ടത്? അത് കൃഷ്ണയ്ക്കും ഗോകുലിനും ഒക്കെ അത്തരത്തിലുള്ള തോന്നലുണ്ടാകാം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നിലപാടില്ല. അതെന്തെന്ന് അങ്ങക്ക് അല്പസമയത്തിനകം ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങ് ഇവിടെ പത്തനംതിട്ടയിലെ സാഹചര്യങ്ങൾ അടക്കം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ജില്ലക്കാരൻ കൂടിയാണ് എന്ന നിലയ്ക്ക് പറയുന്നു. BJP-യുടെ പാലക്കാടിന് ശേഷമുള്ള നഗരസഭയായ പന്തളം അടക്കം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അത് അല്പസമയത്തിനകം അങ്ങക്ക് അടക്കം ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഘട്ടമുണ്ട്. ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ശബരിമല അടക്കം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ 9.5 വർഷക്കാലം ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വളരെ വലിയ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന സാഹചര്യമുണ്ട്. സാധാരണ ജനങ്ങൾ അസാധാരണമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠങ്ങളും വാതിലുകളും അടക്കം വിറ്റുതുളച്ച് കട്ടുമുടിച്ച ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതാൻ നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെയാണ് ഇന്നലെ പത്തുകുമാർ എന്ന് പറയുന്ന CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ അടക്കം വിധി നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ കൃത്യമായി പത്തനംതിട്ടയിൽ എഫക്ട് ചെയ്യുന്നു പത്തനംതിട്ടയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ള വളരെ കൃത്യമായി ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഘട്ടത്തിലൊക്കെ മൗനം ഭജിച്ച BJP-യുടെ നിലപാട്, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അടക്കം CPM-ന് അനുകൂലമായി, കേരളത്തിലെ LDF-ന് അനുകൂലമായി ഒരു സമരം പോലും കൃത്യമായി ചെയ്യാൻ കഴിയാതെ അവർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച BJP-യുടെ നിലപാടടക്കം കേരളത്തിലെ ജനങ്ങൾ നമ്മൾ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ, തിരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ സമരം നടത്തിയതാരാ? ഈ ശബരിമല വിഷയത്തിൽ തെരുവിലിരുന്നതാരാ? ചെളിവെള്ളത്തിൽ, അഴുക്ക് വെള്ളത്തിലിരുന്ന് സമരം നടത്തിയത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ്. ഈ താമര അടയാളമാണ് ഈ സമരം നയിച്ചത്. താമരയാണ് വഴികാട്ടിയത് ഈ സമരത്തിന്. നിങ്ങൾ അതിനെല്ലാം കൈകെട്ടി ബാബത്തി, നിങ്ങൾ പിണറായി വിജയന്റെ അവരുടെ അടുക്കളയിൽ പോയിരുന്ന് സദ്യ ഉണ്ട സമയത്ത് ഈ നാട്ടിൽ തെരുവിലിരുന്ന് സമരം നടത്തിയത് BJP-യാണ്. അത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളെ VD സതീശനും നിങ്ങൾ ചെന്നിത്തലയും ഒന്നും ഈ സമര രംഗത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ അവരുടെ എല്ലാം കപ്പം വാങ്ങി, അവരുടെ എല്ലാം അഴിമതി പണത്തിന്റെ പങ്ക് പറ്റി നിങ്ങൾ ഈ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരുന്നപ്പോ ഈ നാട്ടിൽ സമരം നയിച്ചത് ഈ ദേശീയ പ്രസ്ഥാനമാണ്, ഈ താമരടയാളമാണ്, ഈ BJP-യാണ്. നിങ്ങൾ വെറുതെ ഇരുട്ട് കൊണ്ട് വോട്ടടയ്ക്കുന്ന വർത്തമാനം പറയരുത്. ജനങ്ങളെല്ലാം കണ്ടു, ജനങ്ങളെല്ലാം ബാലറ്റിലാക്കി. അതെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വിജയമായി പ്രഖ്യാപനമായി വരും. ഒരു സംശയം വേണ്ട, ശബരിമല വിഷയത്തിലടക്കം CPM-ന് അനുകൂലമായ നിലപാട് എടുത്ത ഏതാ നിലപാട്? ഏത് കാര്യത്തിലാണ് നിലപാടെടുത്തത്?
കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല കെ.സി. വേണുഗോപാലിന്റെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണോ വി.ഡി. സതീശന്റെ കോൺഗ്രസ് ആണോ ശബരിമലയിൽ ഈ പറയുന്ന രീതിയിൽ സമരം നടത്തിയത് ഈ കൊള്ളകൾ പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണോ ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും CPM-മായി ഡീൽ നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം മാത്രമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന തൗഫീഖ് 1.5 കോടി രൂപയ്ക്ക് വാർപ്പും ചെമ്പും വാങ്ങി ആ പാത്രങ്ങളിൽ പോലും അഴിമതി കാണിച്ച കോൺഗ്രസാ ഈ പറയുന്ന V.S. ശിവകുമാറിന്റെ കോൺഗ്രസ് നിങ്ങളുടെ വി.ഡി. സതീശന്റെ കോൺഗ്രസ് നിങ്ങളെയാണ് ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് നിങ്ങൾ A ടീമും B ടീമുമാണ് നിങ്ങളും അഴിമതി കാണിച്ചു മനസ്സിലായില്ലേ നിങ്ങൾ വാർപ്പിലും ചെമ്പിലും പാത്രത്തിലും സ്പൂണിലും തവിയിലും പോലും അവിടെ ശബരിമലയിൽ വാങ്ങിച്ച ഉപകരണങ്ങളിൽ പോലും അഴിമതി കാണിച്ച കോൺഗ്രസ് ആണ് മനസ്സിലായില്ലേ നിങ്ങൾ മുഴുവൻ കടത്തിക്കൊണ്ടുപോയി ബാക്കിയുള്ളത് ഈ ഭഗവാന്റെ ശരി തൗഫീഖിലേക്ക് വരാം ഗോകുൽ മറുപടി പറയൂ അതിന് വന്നിരുന്നിട്ട് ഇവിടെ കവലപ്രസംഗം നടത്താണോ ജനങ്ങളിത് കണ്ടിട്ടുണ്ട് അവരിത് വിധി എഴുതിയിട്ടുണ്ട് ഒരു നിമിഷം തൗഫീഖ് താങ്കളിലേക്ക് എത്താം തൗഫീഖിന് മറുപടി പറയാം തൗഫീഖ് ഒരു നിമിഷം